ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയ ന്യൂ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പുഷ് ചെയ്യാൻ നമ്മൾ ലൈവൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അടുത്തൊരു മിസ്റ്ററി ഷോപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലക്ക് എത്ര നോക്കാം. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് 70 താഴെയായിരിക്കും ലക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ. നോക്കാം എത്രയായിരിക്കും ലക്ക് കിട്ടുന്നത്. 70, 65 സ്റ്റോപ്പ് ചെയ്യാൻ മനസ്സിലായില്ല ഗൈസ്. ഇപ്പോൾ 65 കിട്ടുന്നതെങ്കിൽ കുറച്ച് പാടാണ്. എമൗണ്ട് കൊള്ളാൻ തോന്നുന്നു. ഇപ്പം മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിൽ ഫ്രീ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, 75% നമുക്ക് ലക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. 75% നല്ലതാണ് ഗൈസ്. എനിക്ക് 75 കിട്ടാറില്ല. ബാക്ക് ഇറങ്ങി, അപ്പോൾ ഒരു വട്ടം നമ്മൾ കയറി. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും, അതായത് 17 ഒക്ടോബർ വരേക്കും നമുക്ക് മിസ്റ്ററി ഷോപ്പ് വരുന്നതായിരിക്കും. അതായത് 3 മിസ്റ്ററി ഷോപ്പ് വരാനാണ് ചാൻസ് കൂടുതൽ. 17 വരെ ആണ് കൊടുത്തിരിക്കുമ്പോൾ 3 ആഴ്ച 3 മിസ്റ്ററി ഷോപ്പ്. പടക്കമുണ്ട്, പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലുണ്ട്. ഇതെടുക്കണോ പടക്കം എടുക്കണോ ഹെയർ സ്റ്റൈൽ എടുക്കണോ? 74 ഡയമണ്ട്, 99 ഡയമണ്ട്, 74 ഡയമണ്ട് പടക്കം എടുക്കണത് എടുക്കണം അത്ര ഇല്ല. അപ്പോൾ നമ്മൾ 99 ഡയമണ്ട് എടുത്ത് നമ്മുടെ ഹെയർ സ്റ്റൈല് അത് മേടിക്കുന്ന മുമ്പേ നമുക്ക് ഈ ടോക്കൺ ക്രേറ്റ് നോക്കിയാലാ. പക്ഷെ 50 ഡയമണ്ടേ ആവുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ആവുന്നെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈലേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ അത്ര വർത്തായിട്ടില്ല. ലൂട്ട് ബോക്സ്, ഗ്രനേഡ്, കൺക്രീറ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഹെയർ സ്റ്റൈൽ എടുക്കത്തിരിക്കുകയാണ്. പിങ്ക് ജാസ്. ഓക്കെ, പിങ്ക് കളർ മുടിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത് വെച്ച് കളിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ, സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കണം. ഇതിപ്പോൾ 90 ഡയമണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 99 ഡയമണ്ടാണ് കിട്ടിയത്. പാക്ക് ഡൗൺലോഡ് ആയിട്ടില്ല. അവർക്ക് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഒരു വോമിറ്റിംഗ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. പക്ഷെ അത്യാവശ്യം കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത എമൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് അവിടെയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ റിംഗ് വൗച്ചേഴ്സ് ഉണ്ട്, പിന്നെ ക്രേറ്റ്. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല ഗൈസ്. ഈ മിസ്റ്ററി ഷോപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുമില്ല. മറ്റേ മിനാറ്റോടെ മിസ്റ്ററി ഷോപ്പിൽ പോലും ആ ബണ്ടിലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൊള്ളൂല. യൂണിവേഴ്സൽ റിംഗ് വൗച്ചർ വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ വർത്തായിട്ടൊന്നുമില്ല ഗൈസ്. ഈ ഒരു എമൗണ്ട് സ്പെഷ്യൽ എഫക്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. സ്പെഷ്യൽ എഫക്റ്റ് സൗണ്ടൊക്കെ വന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ 2 എമൗണ്ടും മേടിക്കണോ അല്ല ഒരു എമൗണ്ട് മേടിക്കണോ എന്ന് ആലോചിക്കാം. ഫസ്റ്റ് ഇതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണ്ടേ. എന്തിനെടുക്കാം? അപ്പോൾ ഇതിന് ആ ഹെയർ സ്റ്റൈല് പോലെ ഈ ഒരു ഹാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ബീച്ച് പാർട്ടി ഹാറ്റ് എന്ന് പറയുന്നൊരു സാധനം എടുത്തിരിക്കുകയാണ്. അതൊന്നൊരു ഒക്ടോപ്പസാ. ഓക്കെ, ഒക്ടോപ്പസ് തലയിലുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാം. 149, അതായത് 150 ഒരു ബിസിനസ് ട്രിക്കേ. ഓക്കെ, നമ്മളങ്ങനെ എമൗണ്ട് എടുത്തിരിക്കുകയാണ് ഗൈസ്. പഞ്ച് ചെയ്യണ ഒരു ബോക്സിംഗ് എമൗണ്ടാണ്. കൊള്ളാം, നല്ലൊരു എമൗണ്ടാണ്. ബോക്സിംഗ് മെഷീൻ എന്നാണ് എമൗണ്ടിൻ്റെ പേര്. ഓക്കെ, ഷെയർ എടുത്തു. ഈ എമൗണ്ട് നമ്മൾ ലൈവിലിട്ട് കാണിക്കാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ വൊമിറ്റിംഗ് എമൗണ്ടാണ്. കോമിക് ബഫ് എന്നാണ് എമൗണ്ടിൻ്റെ പേര്. അത് നമ്മളെടുത്തു. ഇതില്ലേ ഒരു അനിമേഷനൊന്നുമില്ല ഗൈസ്. 99 ഡയമണ്ട് നമ്മൾ ചുമ്മാ എടുത്തതാണ്. ഒരു എഫക്റ്റേ ഇല്ല, ഉടനെ ഇതാണ് ഗൈസ്. പിന്നെ ഇതിൽ വർത്തായിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ അടുത്തിലേക്ക് കിടക്കാം ഗൈസ്. അടുത്ത നമുക്ക് ദീപാവലി ഇവൻറ്റ് സ്റ്റാർട്ട് ആകാൻ പോവാണ്. ഒക്ടോബർ 3 നമുക്ക് ഇവൻറ്റ് സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോൾ ടൈമിംഗ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ആയിരിക്കും ഇവൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ആകുന്നത്. ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത്യാവശ്യം കൊള്ളാം ഗൈസ്, നല്ലൊരു ബണ്ടിൽ. അടുത്തതായിട്ട് ഇപ്പോഴായിട്ട് നടക്കുന്ന ഇവൻ്റാണ്. 1-ാം തീയതി 2-ാം തീയതി നമുക്ക് 60 മിനിറ്റ് കളിച്ചാൽ ഇതിലുള്ള കുറച്ച് റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ ദീപാവലി ഫ്രീ റിവാർഡ്സ് കാലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവോ ഗണ്ണ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ മെയിൻ. ഇതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമുക്ക് ഫ്രീ റിവാർഡ്സും ടോപ്പ് റിവാർഡ്സും. പിന്നെ എല്ലാ മച്ചന്മാരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. ഈ 2 എമൗണ്ട്സും ലൈവിൽ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസും ലൈവും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ നന്ദി. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം.